കുറവാണ്, സാമൂഹ്യ ചുറ്റുപാടുകൾ കുറവാണ്, അതുപോലെ കാണാൻ അത്രയല്ല, ഇതുപോലെ അങ്ങനെ ഗ്ലാമറൊന്നുമില്ല എന്നുള്ള തോന്നലുള്ള ആൾക്കാർ ചില സമയം ഈ ബിസിനസ് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവാം, അതുപോലെ പുതുതായി വന്ന് കേൾക്കുന്നവരുണ്ടാവാം. ഞാനിത് പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഞാൻ ഏത് മേഖലയിൽ വരുന്നു, എവിടുന്ന് വരുന്നു എന്നുള്ളതാണ്. ഞാൻ പേര് പരിചയപ്പെടുത്തി, എൻ്റെ പേര് വല്യേശൻ എന്നാണ്. ഞാൻ കൊയിലാണ്ടി കടപ്പുറത്ത് ഒരു മത്സ്യത്തൊഴിലാളിയായിരുന്നു. ഈ ഒരു ബിസിനസ് അവസരം എൻ്റെ സുഹൃത്ത് കടപ്പുറത്ത്, ഞാൻ കടലിൽ സീവാളിന്റെ മുകളിൽ കല്ലിന്റെ മുകളിൽ ഇരുന്ന് കാറ്റ് കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത് വന്നു എന്നോട് ഇങ്ങനൊരു പ്രോഗ്രാം ഉണ്ടെന്ന് പറയാതെ വണ്ടിയിൽ കയറാൻ പറഞ്ഞു. ഞാൻ അനുസരിച്ചു. അവിടെ പോയി ഹോളിലേക്ക് കയറുന്ന സമയത്ത് ഇതുപോലെ കുറെ കോട്ടിട്ട ആളുകളെ കണ്ടു. സത്യത്തിൽ ഞാൻ വിചാരിച്ചു ഇത് ഇയാൾ എന്നെ പറ്റിക്കാൻ കൊണ്ടുവന്നതാണ് എന്നുള്ള ദേഷ്യത്തോടു കൂടി ഞാൻ അയാളൊരു നോട്ടം നോക്കി. അപ്പൊ അയാൾ എന്നോട് പറഞ്ഞു, ഇങ്ങൊന്ന് വന്ന് ഇരിക്കുകയാണ്, നീ ഒന്നാളെ വന്ന് ഇരിക്കുന്നില്ല, അത് കേട്ട് നോക്കാൻ പറഞ്ഞു. പക്ഷെ നിവർത്തില്ല, തള്ളിക്കൂടാൻ പറ്റാത്തൊരു വ്യക്തിയായിരുന്നു. അത് കേൾക്കുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിക്കുന്നത് ഇതില് ഈ ബിസിനസ് ചെയ്യുന്ന ആളുകളെ ആയിരുന്നു ഞാൻ ശ്രദ്ധിച്ചത്. ഇവർ പറയുന്ന വട്ടവും അതുപോലെ പ്രൊഡക്റ്റും ഒന്നല്ല ഞാൻ ശ്രദ്ധിക്കുന്നത്. ആളുകളെ ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, ഇവർ നോക്ക്, ഇവിടെ സ്റ്റേജ് മേലെ കയറി ഇറങ്ങിയിട്ടുള്ള ആളുകളൊക്കെ നിങ്ങൾ നോക്ക്, എന്ത് ഐശ്വര്യം അവർ നോക്കണം, എന്ത് ഐശ്വര്യം. ഇന്നലെ വരെ കിട്ടിയതിന്റെ ഐശ്വര്യം എല്ലാവരും മുഖത്ത് കാണുന്നത്. അതാണ് പ്രിയ സുഹൃത്തുക്കൾ തിരിച്ചറിയേണ്ടത്. ഇപ്പൊ ഞാനും ഈ ആവേശത്തോടു കൂടി ഇങ്ങനെ നിങ്ങളോട് മുമ്പിൽ സംസാരിക്കുന്നത്, ഞാനിപ്പോൾ NPC ലീഡറായി, അല്ലെങ്കിൽ അതുവരെ എനിക്ക് കിട്ടിയ 12% വെച്ചുള്ള ആവേശം കൊണ്ടല്ല സംസാരിക്കുന്നത്. എന്റെ കുടുംബത്തിലും എനിക്കും നാളെകളിൽ വരാൻ വേണ്ടി പോകുന്ന ഒന്നിനും ഒരു പ്രതീക്ഷയുമില്ലാതെ ഞാൻ പല മറ്റുള്ള മേഖലകളിലൂടെ പല നട്ടങ്ങളും വന്നു. വളരെ നിരാശയോട് കൂടി ജീവിക്കുന്ന സമയത്താണ് എന്റെ പ്രിയ സുഹൃത്തായുള്ള ഈ ഒരു സുഹൃത്ത് എനിക്ക് ബിസിനസ് അവസരം കേൾപ്പിക്കുന്നത്. എന്നെ കൊണ്ട് പറ്റില്ല. നിങ്ങൾക്കറിയാം, കൊയിലാണ്ടി കടപ്പുറത്ത് നിങ്ങൾ എന്തെങ്കിലും പരിചയമുള്ള ആളുകൾക്ക്, ബീച്ചിൽ മത്സ്യം പിടിക്കുന്ന ആൾക്കാർ, അവരുടെ സംസാര രീതിയും സ്വഭാവ രീതിയും വസ്ത്രധാരണം ഒക്കെ നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാരാണ്. അതിന്റെ അപ്പുറത്തായിരുന്നു ഞാൻ. പക്ഷെ ഇന്ന് ഇതുപോലെ ആരുടെ മുമ്പിൽ ചങ്കൂറ്റത്തോടുകൂടി ഈ ബിസിനസ് അതുപോലെ അതിനുള്ള കപ്പാസിറ്റി കിട്ടിയിട്ടുള്ളത് ഈ ബിസിനസ്സാണ്. പ്രിയ സുഹൃത്തുക്കളെ, രാജ്യം മാറുന്നു, ലോകം മാറുന്നു, നമ്മളെ മുമ്പിൽ കാണാം. ഇവിടെ കാണുന്ന 6 വരി വന്നിട്ടുണ്ട്. ആർക്കും വേണ്ടിയാ പ്രിയ സുഹൃത്തുക്കളെ? ഒരു മത്സ്യത്തൊഴിലാളി സാധാരണ ബുദ്ധിയിൽ തോന്നിയുള്ള ഒരു കാര്യം മാത്രം ഞാൻ ചോദിക്കുന്നതിന് മുമ്പിൽ, ഇത് ആർക്കു വേണ്ടിയാണ്? എനിക്കോ എന്റെ കുടുംബത്തിനോ എന്റെ പരമ്പരയിൽപ്പെട്ടവർക്കോ ഒരു ഉപകാരമില്ലാത്ത ഒരു സ്ഥാപനമാണ്, അല്ലെങ്കിൽ ഒരു സംഗതിയാണ് ഇവിടെ നാട്ടിൽ വരുന്നത്. ഞങ്ങൾ ഹാർബറിൽ നിന്ന് മറ്റൊരു ഹാർബറിലേക്ക് പോകാൻ ലോറിയിൽ ആടുമാടുകളെ കൊണ്ടുവന്ന പോലെ പോയിരുന്ന വ്യക്തിയാണ്. ഞാനത് പറയുന്നത് കഷ്ടപ്പാടിൻ്റെ കൊണ്ടാണ് പറയുന്നത്, അല്ലാതെ ഒരിക്കലും അവർ ഇകഴ്ത്തി പറയുന്നതല്ല, ഞങ്ങളെ ഇകഴ്ത്തി പറയുന്നതല്ല. എന്റെ അഭിമാനമാണ്, എന്റെ കുലത്തൊഴിലാണ്. അതുപോലെ ഈ നാട്ടിൽ വരുന്ന ഈ വലിയ വളർച്ചകൾ, എയർപോർട്ടുകൾ വരുന്നുണ്ട്, കാറുകൾ, BYD എന്ന് പറയുന്ന പുതിയ കമ്പനി കാറുകൾ ഇറങ്ങി, അതുപോലെ നെസ്റ്റാൾ പറഞ്ഞുകൊണ്ട് വലിയ ഇന്റർനാഷണൽ തലത്തിലെ കാറുകൾ ഇറങ്ങുന്നുണ്ട്, വലിയ ഹോട്ടലുകൾ വരുന്നുണ്ട്, മാളുകൾ വരുന്നുണ്ട്. ആർക്കും വേണ്ടി പ്രിയ സുഹൃത്തുക്കളെ? ആർക്കും. ഇവിടെ ഈ ഭൂമിയിൽ ജീവിച്ചിട്ടുള്ള മത്സ്യത്തൊഴിലാളികളല്ല, ഏത് മേഖലയിലുള്ള ഏതൊരു വ്യക്തിക്കും ഇതുപോലെയുള്ള സൗഭാഗ്യങ്ങളൊക്കെ ആസ്വദിച്ച് ജീവിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരുന്നത്. പക്ഷെ എത്ര പേര് ആസ്വദിക്കുന്നുണ്ട്? ഞാനിത് വരുന്ന സമയത്ത് കടപ്പുറത്ത് കടവുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ പറ്റ് വാങ്ങുക, കടം വാങ്ങുക എന്ന വാക്കിൽ പറയുന്ന പറ്റ് വാങ്ങുക എന്ന ഒരു 500 രൂപ പറ്റ് വാങ്ങി കല്യാണത്തിന് വീട്ടിൽ പോയിരുന്ന വ്യക്തിയായിരുന്നു ഞാൻ. ഈ ബിസിനസ്സിലേക്ക് വന്നു, ഒരു ബൈക്ക് വാങ്ങിച്ചു, രണ്ടാമതൊരു കാർ വാങ്ങിച്ചു. ഇപ്പൊ ഞാനിവിടെ വന്നിരിക്കുന്ന എന്റെ സ്വന്തം കാറിലൊക്കെ ഇതിനൊന്നും ഒരു കഴിവും വേണ്ട. ഇതിന് സത്യം, നഗ്നമായ സത്യമായത്. ഇവിടെ വന്നിരിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി സംശയത്തിന്റെ പേരോട് ഇരിക്കുന്നുണ്ടെങ്കിൽ ആ സംശയം, പ്രിയ സുഹൃത്തെ, ആ സംശയം നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാറ്റി നിർത്താം. നെഞ്ചോട് ഏറ്റെടുത്ത് ചെയ്യുക, രക്ഷപ്പെടുവാനുള്ള ഒരു കൊല നിങ്ങളുടെ മനസ്സിലുണ്ടോ? എന്റെ മക്കൾ ജീവിതം മാറി, കുടുംബത്തിന്റെ ജീവിതം മാറി, മൊത്തത്തിൽ എന്റെ കാഴ്ചപ്പാടെ മാറി. ഞാൻ ഇതുവരെ വിചാരിക്കുന്ന എന്താണോ ലോകത്തെ കുറിച്ച് വിചാരിച്ചിരിക്കുന്നത്, അതൊക്കെ പാടെ മാറി. ആ മാറ്റം എന്ന് പറയുന്നത് കേവലം ഒരു ചെറിയൊരു മാറ്റമല്ല പ്രിയ സുഹൃത്തുക്കളെ. ഇവിടെ ഇരിക്കുന്ന എനിക്ക് കാണുന്ന നിങ്ങളെല്ലാവരും കാണുന്ന സമയത്ത് നല്ല കഴിവും തന്നെയുള്ള ആളുകളോ വിദ്യാഭ്യാസവും വിവരമുള്ള ആളുകളായിരുന്നു കൊണ്ടിരിക്കുന്നത്. ഒന്നേറ്റെടുക്കാൻ ചെയ്യാൻ പ്രിയ സുഹൃത്തുക്കളെ. ഇതിൽ പറയുന്നത് എക്സ്പീരിയൻസ് വേണ്ട, ക്വാളിഫിക്കേഷൻ വേണ്ട, ഇൻവെസ്റ്റ്മെന്റ് വേണ്ട. പക്ഷെ ഞാൻ ഇതെല്ലാം വേണ്ടെന്ന് കമ്പനി പറയുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നുണ്ട്, ഒരു കനലിനുള്ളിൽ വേണം പ്രിയ സുഹൃത്തുക്കളെ രക്ഷപ്പെടാനും നേടാനും.
ഈ ഒരു റാങ്കിൽ കഴിഞ്ഞ മാസമാണ് ഞാൻ NDC റാങ്കിലേക്ക് എത്തിയത്. എന്റെ പ്രിയപ്പെട്ട STC ലീഡർ പ്രസാദ് സാർ, അതുപോലെ രാജേഷ് കുമാർ സാർ, ഇതുപോലെ വേറൊരു രാജേഷ് സാർ, ഇങ്ങനെയുള്ള നിരവധി DGC ലീഡർ, വിദ്യാ മേഡം, വിജി മേഡം, അങ്ങനെ നിരവധി വ്യക്തികൾ ഈ കണ്ണൂരിൽ തന്നെ ഉണ്ട്. പ്രിയ സുഹൃത്തുക്കളെ, അവരൊക്കെ പിന്തുണയോടുകൂടിയാണ് ഞാൻ ഈ റാങ്കിലെത്തിയത്. ഒപ്പം വന്ന ആളുകൾക്ക് ആത്മാർത്ഥമായി സ്നേഹിക്കുക. അവർ നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മൾ എന്താണോ സ്നേഹം കൊടുക്കുന്നത് അത് തിരിച്ചു കിട്ടും. പ്രിയ സുഹൃത്തുക്കളെ, കൂടുതലൊന്നും പറയുന്നില്ല. എല്ലാവർക്കും ഞാൻ പറയുന്ന വാക്കിൽ എന്തെങ്കിലും ഗുണം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊരു നന്ദി